ആഘോഷങ്ങളും ആചാരങ്ങളും തനിമയും പ്രൗഢിയും ചോരാതെ നെഞ്ചേറ്റുന്നവരാണ് ഡൽഹി മലയാളികൾ. ക്രിസ്മസിന്റെ കാര്യത്തിലും അവർ അങ്ങനെ തന്നെയാണ്. പ്രത്യേക പ്രാർത്ഥനയും കരോളുമൊക്കെയായി ഡൽഹിയിലെ ക്രൈസ്തവരും ആഘോഷത്തിന്റെ നിറവിലാണ്. ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് പാട്ടുപാടി സമ്മാനങ്ങളുമായി ഇനി സാന്റയുടെ വരവാണ്. ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങും. ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി പള്ളികളും വീടുകളുമെല്ലാം ആഘോഷത്തിലാകും. യേശുദേവന്റെ തിരുപ്പിറവി അറിയിച്ച കരോളുകൾ വീടുകളിലേക്കെത്തും. ദിൽഷാദ് ഗാർഡനിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ 40 പേരടങ്ങുന്ന സംഘമാണ് തിരുപ്പിറവി ഗാനങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഡൽഹിയിലെ അതിശൈത്യത്തെയും അവഗണിച്ച് കരോൾ സംഘം ഭവന സന്ദർശനം നടത്തുകയാണ്. അതിതീവ്ര തണുപ്പിലും ആ ഒരു തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായിട്ട് ജനിച്ച ആ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സന്ദേശം അറിയിച്ചുകൊണ്ട് ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും എല്ലാ വീടുകളിലേക്കുമായി കരോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 45ഓളം കുടുംബങ്ങളാണ് ഇടവകയിൽ ആകെയുള്ളത്. 5 ദിവസമാണ് കരോളുമായി വിശ്വാസികൾ വീടുകളിലേക്ക് എത്തുക. ഏറ്റവും ഒടുവിൽ താഹിർപൂരിലെ മദർ തെരേസ കോൺവെന്റിലെത്തി അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷം. ആൻസി ജോബിയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘത്തിന്റെ ഭവന സന്ദർശനം. ജോഷി കെ ബി, ജോഷി കുര്യൻ, ആൽബി പീറ്റർ എന്നിവർ ഗായക സംഘത്തിനും നേതൃത്വം നൽകുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.